ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അഭിഭാഷക സമൂഹത്തിനെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സംസ്ഥാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഭരണഘടനയുടെ മതേതര മൂല്യം വെല്ലുവിളി നേരിടുന്നു. ഇന്ത്യൻ ദേശീയതയെ ഹിന്ദുത്വ ദേശീയതയായി കാണുന്നു. ഭാഷാ വൈവിധ്യം പോലും അംഗീകരിക്കാത്ത ഫെഡറൽ സംവിധാനത്തെ തകർക്കാനാണ് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് P. അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ PK കൃഷ്ണദാസ് സ്വാഗതവും അഡ്വക്കേറ്റ് P. അയ്യൂബ് ഖാൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BK ജയമോഹൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് MS താര, അഡ്വക്കേറ്റ് PP ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് H. രാജീവൻ, അഡ്വക്കേറ്റ് ദിനേശ് പുക്കേൽ, അഡ്വക്കേറ്റ് BK ജയമോഹൻ, അഡ്വക്കേറ്റ് PC മൊയ്തീൻ, അഡ്വക്കേറ്റ് ഗവാസ്, അഡ്വക്കേറ്റ് KC അൻസാർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K. ഹംസ, മണ്ഡലം സെക്രട്ടറി TJ രാജേഷ്, നഗരസഭാ കൗൺസിലർ V. നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. K. പ്രകാശ് ബാബുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് കൃഷ്ണദാസ് മാഷെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിക്കുന്നു. നല്ല ഇടപെടലുകൾ നടത്തി ഈ ക്യാമ്പ് പരിപൂർണമായി വിജയിപ്പിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സ്വാഗത സംഘത്തിൻ്റെ ഒരു ചെയർമാൻ എന്ന രൂപത്തിലാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് ദിനേശ് ആണെങ്കിലും, മൊയ്തീൻ വക്കീലാണെങ്കിലും, അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ആണെങ്കിലും, അൻസാർ ആണെങ്കിലും, അഡ്വക്കേറ്റ് ഹംസയാണെങ്കിലും നിരവധിയായിട്ടുള്ള ഇത്തരം പരിപാടികൾ നടത്തി വിജയിപ്പിച്ച് അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ കഴിയുന്ന ഈ ജില്ലയിലെ അറിയപ്പെടുന്ന ബഹുജന സംഘടനയുടെയൊക്കെ നേതാക്കന്മാരായതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും ഈ ക്യാമ്പ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും വിജയിക്കുമെന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവരെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഉദ്ഘാടന സമ്മേളനം നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി IAL-ന്റെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ പ്രിയങ്കരനായ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് K. പ്രകാശ് ബാബുവിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി നിങ്ങൾ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്യാമ്പിന് ഒരു രൂപരേഖയും അതിൻ്റെ ഡെലിബറേഷൻസ്, അതിൻ്റെ തീരുമാനങ്ങൾ അവയെല്ലാം ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ലാതെ ക്യാമ്പ് നിശ്ചയമായും സംഘടനാപരമായി ഇന്ന് കേരളത്തിലെ അഭിഭാഷക വൃന്ദത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് IAL. അതിൻ്റെ ഇടപെടലുകൾ നല്ലതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട്. കൂടുതലായി ആ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ഈ സംഘടന ഏതെല്ലാം കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് നന്നായിരിക്കും. ആ പ്രവൃത്തിയിൽ ഒരു നൈതികതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് കൈവിട്ടു പോകാൻ പാടില്ല. ഞാൻ ഓർക്കുന്നു, ഒരു IAL-നൊരു വർഗപരമായ സമീപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. അത് പുനലൂർ ബാറിൽ വലിയ ചർച്ചയും ഒക്കെ ഉണ്ടായ ഒരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അന്ന് ഞാൻ ലായ്ക്ക് പഠിക്കുന്ന സമയമായതുകൊണ്ട് വക്കീൽ ഓഫീസുമായി എനിക്ക് ബന്ധമില്ല. എങ്കിലും അവിടെ ലോക്കൽ പാർട്ടി സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ആ വിഷയവുമായി പിന്നീട് ബന്ധപ്പെടേണ്ടി വന്നു. വിധി വൈപരീത്യം എന്ന് പറയാം. ആ അഭിഭാഷകൻ അവസാനം നമ്മുടെ പാർട്ടി മെമ്പറായില്ലെങ്കിലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഏറ്റവും ശക്തനായ നല്ല ഒരു സുഹൃത്തായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മാറി എന്നുള്ളത് മറ്റൊരു ചരിത്രം. ഞാനത് ചൂണ്ടിക്കാണിച്ചത് പൊളിറ്റിക്കലായ ഒരു കൺസെപ്റ്റ്, രാഷ്ട്രീയമായ ധാരണയും സംഘടനാപരമായ മേന്മയും ഈ ക്യാമ്പിൽ കൂടി ഉണ്ടാവണം എന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. പല മേഖലകളിൽ വെച്ച് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ആ ക്യാമ്പുകളെല്ലാം തന്നെ വളരെ
നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. തേക്കടിയിലും മൂന്നാറിലും അതേപോലെ എറണാകുളത്ത്, പേരിയിൽ അങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ എണ്ണി പറയുകയാണെങ്കിൽ 10ഓ 25ഓ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ക്യാമ്പുകളിലൊക്കെ തന്നെ നമ്മൾ തമ്മിൽ, അഭിഭാഷകർ തമ്മിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അഭിഭാഷകർ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഈ ക്യാമ്പിനും, ഇത് തുഞ്ചൻ്റെ നാട്ടിലാണ്, ഭാഷാപിതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ രീതിയിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് അവസരം കിട്ടി എന്നത് സന്തോഷകരമായ ഒരു കാര്യം. ഈ ക്യാമ്പ് ഏറ്റവും വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അങ്കണത്തിൽ നടന്നിട്ടുള്ള ക്യാമ്പുകളൊക്കെ തന്നെ ഭാവിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും വളരെയേറെ ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതുമാണ് എന്നുള്ള വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇത് ഇവിടുത്തെ സംഘാടകർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സ്വന്തം വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അജയനാണ്. ഔപചാരികയുടെ പേരിൽ നന്ദി പറയുന്നു. ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിൻ്റെ ആതിഥേയ റോളിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ് മാഷുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ ക്യാമ്പിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ 7 മാസത്തെ റിപ്പോർട്ടാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ അഭിഭാഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സജീവമായ പ്രവർത്തനം നടത്തിയ സംഘടന റിപ്പോർട്ട്. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം. ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.